എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി റീഡിംഗ് 30 ഡേയ്സ് ചലഞ്ചിൻ്റെ 11ാമത്തെ ദിവസമാണിന്ന്. ഏകദേശം നമ്മൾ സ്വരാക്ഷരങ്ങളെല്ലാം തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്വരാക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ എഴുതാറുള്ള 3 ചിഹ്നങ്ങളിൽ ഒരു ചിഹ്നത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനുസ്വാർ, അനുനാസിക്, വിസർഗ്. ഇതിൽ ഇന്ന് പഠിക്കുന്നത് അനുസ്വാർ എന്നുള്ള ചിഹ്നത്തെക്കുറിച്ചാണ്. നമ്മൾ എഴുതാറുള്ള ഒരക്ഷരമാണ് അം. ഓക്കെ, ഇത് മലയാളത്തിൽ എങ്ങനെ എഴുതുന്നത്? ആ എഴുതിയിട്ട് ആയുടെ കൂടെ ഒരു ചെറിയ പൂജ്യം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചിഹ്നത്തെ നമ്മൾ അനുസ്വാർ എന്നാണ് പറയുന്നത്. ഇനി ഇൻ്റെ ചിഹ്നം എന്താണ്? ശിരോരേഖയ്ക്ക് മുകളിലൊരു കുത്ത്. മലയാളത്തിലോ ചെറിയൊരു പൂജ്യം. ഓക്കെ, ഇനി ക എന്നുള്ള ലെറ്ററിൻ്റെ മുകളിൽ നമ്മളൊരു അമ്മിൻ്റെ കുത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? കായുടെ കൂടെ അമ്മിൻ്റെ ചിഹ്നം അല്ലേ? കം അല്ലേ? ഇനി അതുപോലെ സ എന്നുള്ള ലെറ്ററിൻ്റെ മുകളിൽ അമ്മിൻ്റെ ചിഹ്നമാണെങ്കിൽ അതെങ്ങനെ ഉച്ചരിക്കും? സം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ആയുടെ മുകളിൽ കുത്തു വരുമ്പോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? അം. എല്ലാവർക്കും അറിയാവുന്ന അക്ഷരമാണ്. അം പ്ലസ് ക, അങ്ക് അല്ലേ? അങ്ക്. അടുത്തത് പായുടെ മുകളിൽ കുത്തു വരുമ്പോൾ പം, നെക്സ്റ്റ് ലെറ്റർ ഖ അല്ലേ? പങ്ക്, പങ്ക്. ഓക്കെ, അടുത്തത് രായുടെ മുകളിൽ കുത്തു വരുമ്പോൾ എങ്ങനെയാണ്? രം. നെക്സ്റ്റ് ലെറ്റർ ഗായാണ്, പക്ഷെ ഹാഫായിട്ട് എഴുതണം അല്ലേ? രംഗ്, രംഗ്. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ഭായുടെ മുകളിൽ കുത്തിടുമ്പോൾ ബം, നെക്സ്റ്റ് ലെറ്റർ ദ, ലാസ്റ്റ് ലെറ്റർ രായാണ്, ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് എർ. അപ്പം എങ്ങനെ ഉച്ചരിക്കാം? ബന്ദർ. ഓക്കെ, അടുത്ത നോക്കാം. ജായുടെ മുകളിൽ കുത്തിടുവാണ്, അപ്പം എന്തായി? ജം അല്ലേ? അടുത്ത ലെറ്റർ ഗ, ലാസ്റ്റ് ലെറ്റർ ഇൽ, ജംഗൽ, ജംഗൽ. അടുത്ത ചായയുടെ മുകളിൽ കുത്തു വരുമ്പോൾ ചം, നെക്സ്റ്റ് ലെറ്റർ ദ, നെക്സ്റ്റ് ലെറ്റർ ഇൻ, ചം ദ ന, ചന്ദൻ. നെക്സ്റ്റ് സായുടെ മുകളിൽ കുത്തു വരുമ്പോൾ സം, നെക്സ്റ്റ് ലെറ്റർ ത, നെക്സ്റ്റ് രായുടെ കൂടെ ആയുടെ ചിഹ്നമുണ്ട് അല്ലേ? രായുടെ കൂടെ ആയുടെ ചിഹ്നം ഉള്ളത് കൊണ്ട് എങ്ങനെ ഉച്ചരിക്കും? രാ. സന്തര, സന്തര. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. അം പ്ലസ് ക, അങ്ക്, പങ്ക് അല്ലെ? പങ്ക്. രംഗ്, രംഗ്. ബന്ദർ, ബന്ദർ. ജംഗൽ, ജംഗൽ. ചന്ദൻ, ചന്ദൻ. സന്തര, സന്തര. ഓക്കെ, അപ്പം ഇന്ന് പഠിച്ചത് മറക്കണ്ട. അമ്മാണ് ആ ചിഹ്നത്തെ നമ്മൾ പറയുന്നത് അനുസ്വാർ എന്നാണ്. അപ്പോൾ അനുസ്വാർ സ്വരാക്ഷരമല്ല, സ്വരാക്ഷരത്തിൻ്റെ ഹെൽപ്പോടുകൂടി ഉച്ചരിക്കുന്ന ഒരു ചിഹ്നമാണ്. ഓക്കെ, അപ്പോൾ അമ്മിനെ നമുക്ക് സ്വരാക്ഷരത്തിൻ്റെ കൂടെ എഴുതുന്നുണ്ടെങ്കിലും സ്വരാക്ഷരമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.